ഹലോ. അപ്പൊ നമ്മൾ പതിവ് പോലെ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം ആദ്യമേ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ കറിക്കുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ കുമ്പളങ്ങി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് കാലമായി എന്റെ കൂടെ കൂടിയിട്ടൊന്ന്. യെസ് ഗൈസ്, കഴിഞ്ഞ മാസം ലാസ്റ്റ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ അവിടെ നിറയെ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തളിക്കുളത്ത് നിറയെ ഇങ്ങനെ പടർന്ന് മേലേക്ക് കയറിയേക്കുവാണ്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് അച്ചമ്മയും ചിയാമ്മയും കൂടെ എടുത്ത് തന്നതാണ്. ഇതാണെങ്കിൽ ഞാൻ പകുതി തന്നെ കട്ട് ചെയ്യാൻ ഞാൻ പെട്ട പാട്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ എന്താ ഇന്ന് ഇത് തീർക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് കേടായി പോകും. ഇത് പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇരിക്കും, അത് കട്ട് ചെയ്യാനേ പറ്റുന്നില്ല. ഉള്ളിലൊക്കെ നോർമൽ പോലെയാണ്, പക്ഷെ പുറമേ നമുക്ക് കത്തി കൊണ്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്ന കഷ്ണങ്ങൾ കുമ്പളങ്ങി എടുക്കുന്നുണ്ട്, 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക്, പിന്നെ കുറച്ച് പരിപ്പ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ വയ്ക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ. കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോറിന് അവിടെ ഇരുന്ന് ആവട്ടെ. ഇനി നമുക്ക് കറിയിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പൊ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നമ്മൾ എപ്പോഴും കഴുകുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു 3-4 വട്ടം നല്ലപോലെ തിരുമ്മി കഴുകിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത്ര ഐറ്റംസ് ആണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുക്കറിൽ. പിന്നെ മറക്കാതെ ആഡ് ചെയ്യണം സാമ്പാർ പൊടി. ഞാൻ ഇപ്പൊ പറയാൻ മറന്നുപോയേനെ. സോ സാമ്പാർ പൊടി എന്തായാലും മറക്കാതെ ആഡ് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ അവൈലബിൾ അനുസരിച്ചിട്ട് ചിലർ വീട്ടിൽ തന്നെ പൊടിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഞാനതൊക്കെ അടച്ച് കുക്കറിൽ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് വേഗം നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ, വാളംപുളി, അതെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുതിരാനായിട്ട്. അപ്പൊ അതിരുന്ന് അവിടെ റെഡി ആവട്ടെ. അപ്പൊ നമ്മുടെ കുക്കറിന്റെ വിസിലൊക്കെ 3 വിസിലാണ് കേട്ടോ കൊടുക്കേണ്ടത്. 3 വിസിലായി കഴിഞ്ഞാൽ അത് ഇറക്കി വെക്കുക. എന്നിട്ട് അതേ ഫ്ലെയിമിൽ ഞാനൊരു പാൻ വെച്ചിട്ട് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം ഇങ്ങനെ കാച്ചി എടുത്ത് അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണയിൽ നമുക്ക് കാച്ചി എടുക്കാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടേ ഞാൻ സാമ്പാറിന്റെ കൂടെ വേറൊരു കറിയും കൂടെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ക്രസ്റ്റ് ചില്ലിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തലേദിവസമല്ല, ഇന്നലെ തലേ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാൻ എന്ത് ഈ പറയുന്നതെന്നല്ല നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, ചെറുപ്പയർ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു മിനിഞ്ഞാന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ട് അതിപ്പോ ഇന്നത്തേക്ക് നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും സോൾട്ടും കൂടെ ചേർത്ത് അടച്ച് വെച്ചാൽ നമ്മുടെ തോരൻ റെഡി ആവും കേട്ടോ. നല്ലപോലെ വറ്റിച്ചെടുക്കണം എന്ന് മാത്രം. കുക്കറിൽ പ്രഷറൊക്കെ പോയപ്പോൾ ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക്, മുളക്, കറിവേപ്പില ചേർത്താണ് കാച്ചി കൊടുത്തേക്കുന്നത്. അതിനുശേഷം കുക്കർ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരിമേത്തയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ വേറെ ലെവലായിരിക്കും. നല്ല അടിപൊളി സാമ്പാറാണ്. മിസ് ചെയ്യാതെ നാളെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഡ്ഡലിക്കും ചോറിനൊക്കെ അടിപൊളിയാണ്.